ഇടുക്കിയിലെ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതോടുകൂടി തെരഞ്ഞെടുപ്പ് രംഗവും സജീവമാകുന്നു. ഇടതു വലത് മുന്നണികൾക്കൊപ്പം എൻഡിഎയുടെ സ്ഥാനാർത്ഥികളും ഇപ്പോൾ പ്രചരണ രംഗത്ത് സജീവമാവുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ബിജു ചേരുന്നു. ബിജു, ഇന്നലെ UDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടെ പൂർത്തിയായതോടുകൂടി ജില്ലയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏകദേശം ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. ഇതോടുകൂടി സ്ഥാനാർത്ഥികളെല്ലാം തന്നെ സജീവമായി തന്നെ രംഗത്തുണ്ട്. വിശദാംശങ്ങൾ ഇതിന് ഇനിയാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ യഥാർത്ഥ പോരാട്ടങ്ങളിലേക്ക് കടക്കുന്നത്. ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ മുന്നണികളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിൽ പീരുമേട്ടിൽ NDA സ്ഥാനാർത്ഥി മാത്രമായിട്ടില്ല എന്നതൊഴിച്ചാൽ ജില്ലയിലെ എല്ലാ സ്ഥാനാർത്ഥികളുടെയും ചിത്രങ്ങൾ തെളിഞ്ഞു. ഇടുക്കിയിൽ നിന്ന് തുടങ്ങാം. ഇടുക്കിയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി റോഷി അഗസ്റ്റിൻ തന്നെയാണ്, സിറ്റിംഗ് MLA ആണ്. അതുപോലെ തന്നെ UDFന്റെ റോയ് കെ പൗലോസ് ആണ് സ്ഥാനാർത്ഥിയാവുന്നത്. NDAയുടെ സ്ഥാനാർത്ഥി BDJSന്റെ ജില്ലാ പ്രസിഡന്റ് പ്രതീഷ് പ്രഭയാണ്. അവിടെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. NDAയുടെ സ്ഥാനാർത്ഥി ബിജു മാധവൻ എന്നതായിരുന്നു ഇന്നലെ വരെയും ഉണ്ടായിരുന്നത്. ബിജു മാധവൻ മത്സരിക്കാൻ തയ്യാറുമായിരുന്നു. പക്ഷേ ബിജു മാധവനൊരു നിബന്ധന മുന്നണിക്ക് മുൻപിൽ വെച്ചു. താൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയുള്ളൂ, BDJSന്റെ ചിഹ്നത്തിലോ BJPയുടെ ചിഹ്നത്തിലോ മത്സരിക്കുവാൻ തയ്യാറാവുകയില്ല എന്ന് ബിജു മാധവൻ പറയുകയുണ്ടായി. ഇത് അംഗീകരിക്കുവാൻ BDJS തയ്യാറായില്ല. കാരണം 2016 തെരഞ്ഞെടുപ്പിൽ ബിജു മാധവൻ BDJS സ്ഥാനാർത്ഥിയായി BDJSന്റെ ചിഹ്നത്തിൽ മത്സരിച്ചാണ് ജില്ലയിലെ NDAയിലെ ഏറ്റവും വലിയ വോട്ട് നേടി. 28,000-ൽ പരം വോട്ടുകൾ നേടിയിരുന്നു. അന്ന് NDAയെ സഹായിച്ചത്, ബിജു മാധവനെ സഹായിച്ചത് SNDP വോട്ടുകളായിരുന്നു. കാരണം SNDP മലനാട് യൂണിയന്റെ പ്രസിഡന്റ് കൂടിയാണ് ബിജു. ആ 2016 നിന്നും വീണ്ടും 10 വർഷം പിന്നിടുമ്പോൾ ബിജു മാധവൻ SNDP എന്ന പ്രസ്ഥാനത്തിൽ കരുത്തനാണ്. അതുകൊണ്ട് തന്നെ SNDP വോട്ടുകൾ കൂടുതൽ കിട്ടും എന്നതും വസ്തുതയാണ്. ഈ കാരണത്താൽ ബിജു മാധവൻ ഒരു മുന്നണിയുടെ, അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി അല്ലാതെ മുന്നണി സ്വതന്ത്രമായി നിൽക്കുവാൻ തയ്യാറായി. അത് കൂടുതൽ വോട്ട് നേടുക എന്ന തന്ത്രമായിരുന്നു. ഒരുപക്ഷെ ബിജു മാധവന്റെ കാഴ്ചപ്പാടുമായിരുന്നു ശരി. പക്ഷേ BDJS ഇത് അംഗീകരിച്ചില്ല. BDJSലെ ജില്ലാ പ്രസിഡന്റ് പ്രതീഷ് പ്രഭ അങ്ങനെ ഇടുക്കി നിയോജക മണ്ഡലത്തിൽ NDAയുടെ സ്ഥാനാർത്ഥിയെ വരികയാണ്. തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി സിറിയക് ചാഴിക്കാരനാണ്. UDF സ്ഥാനാർത്ഥി BJ ജോസഫിന്റെ മകൻ അബു ജോൺ ജോസഫാണ്. NDAയുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് റോയ് വാരികാട്ടാണ്. റോയ് വാരികാട്ടിനെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൊടുപുഴയിൽ LDFന്റെ സ്ഥാനാർത്ഥിയായിരുന്നു എന്നതും വ്യക്തമാണ്. ഇപ്രാവശ്യം NDAയിലോട്ട് വന്ന 2020യുടെ പ്രതിനിധിയായാണ് NDAയിൽ അഡ്വക്കേറ്റ് റോയ് വാരികാട്ട് മത്സരിക്കുന്നത്. ദേവികുളത്തേക്ക് വന്ന ദേവികുളത്തെ UDF സ്ഥാനാർത്ഥി F രാജയാണ്. LDF സ്ഥാനാർത്ഥിയും A രാജയുമാണ്. NDA സ്ഥാനാർത്ഥി S രാജേന്ദ്രനുമാണ്. ദേവികുളത്തെ ചിത്രം പരിശോധിക്കുമ്പോൾ S രാജേന്ദ്രൻ ഇടതുപക്ഷ മുന്നണിയിൽ CPMന്റെ കരുത്തനായി നിന്ന് പലതവണ നിയമസഭയിലേക്ക് എത്തിയയാളാണ്. അവിടെ നിന്നും അദ്ദേഹം തട്ടകം മാറി NDAയിലേക്ക് എത്തുമ്പോൾ LDFിൽ നിന്നുള്ള കുറെ ദണ്ഡ വോട്ടുകൾ കൂടി രാജേന്ദ്രൻ സ്വന്തമാക്കും എന്നുള്ളത് കൊണ്ട് UDFന് അവിടെ അനായാസേന വിജയം നേടാമെന്ന ഒരു കാഴ്ചപ്പാടാണുള്ളത്. എങ്കിലും അവിടെ സംവരണ മണ്ഡലം എന്ന നിലയിൽ സംസ്ഥാനത്തെ സംവരണ മണ്ഡലങ്ങളിൽ ഒന്നാണ്. SC വിഭാഗങ്ങൾക്കായി മാറ്റിവെച്ച മണ്ഡലമാണ്. അതുകൊണ്ട് അവിടെയും ശക്തമായ മത്സരത്തിൽ F രാജയും A രാജയും പേരിനോട് തന്നെ അപരനാമം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ 2 മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ഇങ്ങനെ സമാന പേരുകളിൽ കൂടി എത്തിയത് ഒരുപക്ഷെ ഇരു സ്ഥാനാർത്ഥികളുടെയും വോട്ടുകൾ അസാധുവാകാനും മാറിപ്പോകാനും ഒക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നമുക്ക് തിരിച്ച് ഉടുമ്പൻചോലയിലേക്ക് എത്താം. ഉടുമ്പൻചോല എത്തുമ്പോൾ UDF സ്ഥാനാർത്ഥി 1 ട്വിസ്റ്റ് ആയിരുന്നു. മിനി പ്രിൻസ് എന്നും സേനാപതി വേണു എന്നും മാറി കേട്ടു. ഇടയ്ക്ക് KS അരുൺ വന്നു. അവസാനം സേനാപതി വേണു സ്ഥാനാർത്ഥിയായിരിക്കുന്നു. LDFിലെ KK ജയചന്ദ്രനാണ്. KK ജയചന്ദ്രൻ മുൻപും സിറ്റിംഗ് MLA ആയിരുന്നു. KC MM മണി എന്ന ഉടുമ്പൻചോലയിൽ വികസനത്തിന്റെ പൂരക്കാഴ്ച സമ്മാനിച്ചു പോയി. അവിടെ MM മണിക്ക് പ്രാവശ്യം സീറ്റ് ഇല്ല എന്നുള്ളതൊരു ചെറിയ വസ്തുതയാണ്. അതവർ പരസ്യമാക്കുന്നില്ലെങ്കിലും MM മണിക്ക് ആ കാര്യത്തിൽ അമർഷമുണ്ട് എന്ന രാഷ്ട്രീയ നിരീക്ഷണവും വരുന്നുണ്ട്. എന്താണെങ്കിലും അവിടെ KK ജയചന്ദ്രൻ LDF സ്ഥാനാർത്ഥിയാണ്. NDAയിലെ സംഗീത വിശ്വനാഥനാണ്. സംഗീത വിശ്വനാഥൻ മുൻപ് ഇടുക്കി പാർലമെന്റിലേക്കും ഇടുക്കി നിയമസഭയിലേക്കും ഒക്കെ BDJSന്റെ സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷമാണ് നെടുങ്കണ്ടത്തേക്ക് എത്തുന്നത്, ഉടുമ്പൻചോലയിലേക്ക് എത്തുന്നത്. പീരുമേട്ടിലേക്ക് എത്തുമ്പോൾ സിറിയക് തോമസ് ആണ് UDF സ്ഥാനാർത്ഥിയായി എത്തുന്നത്. അതുപോലെ തന്നെ സിറിയക് 2 പ്രാവശ്യം പരാജയപ്പെട്ടയാളാണ്. ഒരുപക്ഷെ ഇത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ നിശ്ചയിക്കും. ഇത് അവസാന ചാൻസ് ആണ് എന്നുള്ളത് കൊണ്ട് ഇനി വിജയിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ മത്സര രംഗത്തേക്ക് ഉണ്ടാകുവാൻ സാധ്യതയും കുറവാണ്. എന്നിരുന്നാൽ തന്നെയും തന്റെ പിതാവായ KK തോമസിന്റെ പാത പിന്തുടർന്നുകൊണ്ടാണ് പീരുമേട്ടിൽ സിറിയക് തോമസ് സ്ഥാനാർത്ഥിയായി എത്തുന്നത്. LDF സ്ഥാനാർത്ഥി CPIയുടെ ജില്ലാ സെക്രട്ടറി K സലിംകുമാറാണ് എത്തുന്നത്. എന്നാൽ അവിടെ NDA സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ BJPയുടെ സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് ആണ് എന്ന തരത്തിലുള്ള ഒക്കെ അറിയുവാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും അതിനൊരു സ്ഥിരീകരണം ഇന്നുണ്ടാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ വന്നാൽ BDJSന്റെ ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് കൂടി എത്തുമ്പോൾ പീരുമേട്ടിലും മത്സരം പൊടിപൂരമാകും എന്നതിൽ തർക്കമില്ല. എടുത്തു പറയേണ്ടത്
ഈ സ്ഥാനാർത്ഥികൾക്കൊക്കെ നാമനിർദ്ദേശ പത്രം കൊടുക്കുവാനൊക്കെ ഇനി 2 ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ന് പൊതു അവധിയാണ്, നാളെ ശനിയാഴ്ചയാണ്, മറ്റന്നാൾ ഞായറാഴ്ച അവധിയാണ്. തിങ്കളാഴ്ച കൊണ്ട് സ്ഥാനാർത്ഥി നാമനിർദ്ദേശം സമർപ്പിക്കുന്ന അവസാന തീയതി 23-ാം തീയതിയാണ്. ഒരുപക്ഷെ 2 ദിവസം മാത്രമാണ് പത്രിക സമർപ്പിക്കുവാൻ കിട്ടുന്നത്. എന്നാലും നാളെ തന്നെ ഇടുക്കി നിയോജക മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സിറ്റിംഗ് MLA മന്ത്രിയുമായ റോഷി അഗസ്റ്റിൻ നാളെ മുഖ്യ വരണാധികാരിയായി ജില്ലാ കളക്ടർ മുൻപാകെ ഉച്ചയോടുകൂടി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഞാൻ അല്പം മുമ്പും ഒരു 5 മിനിറ്റ് മുൻപും റോയ് കെ പൗലോസുമായി ബന്ധപ്പെട്ടു. റോയ് കെ പൗലോസിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല. ഒരു 90% അത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കാകാനാണ് സാധ്യത എന്നാണ് അദ്ദേഹം നൽകുന്ന സൂചന. കാരണം ഇന്നലെ രാത്രിയാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയാണെന്ന് നിശ്ചയിക്കുന്നത്. ഇന്ന് പ്രവർത്തകരായി കൂടിക്കുന്ന നാമനിർദ്ദേശ പത്രികകളും ഡമ്മി പത്രികകളും ഒക്കെ പൂരിപ്പിക്കേണ്ടതുണ്ട്. ഇതെല്ലാ സ്ഥാനാർത്ഥികൾക്കുമുള്ള പ്രശ്നം തന്നെയാണ്. പ്രത്യേകിച്ചും ഈ ഒരു പ്രതിസന്ധി നേരിടുന്നത് UDF-ന്റെ സ്ഥാനാർത്ഥികളാണ്, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളാണ്. അവര് ഇന്നലെ രാത്രിയാണ് സ്ഥാനാർത്ഥികളാണ് എന്ന പ്രഖ്യാപനം വന്നത്. ഇന്ന് ഒരു ദിവസം കൊണ്ട് എല്ലാം സെറ്റ് ചെയ്തെടുക്കുക ബുദ്ധിമുട്ടാണ്. ഇപ്പൊ എന്താണെങ്കിലും നാളെ ശനിയാഴ്ചയാണ്. ശനിയാഴ്ചയും തിങ്കളാഴ്ചയുമായി നാമനിർദ്ദേശ പത്രികയും പൂർത്തിയാകും.